ഹലോ ഗൈസ്, നമുക്കിന്നൊരു ലോഡഡ് ഫ്രൈസ് ആയാലും അതിൽ ഞങ്ങൾ ഫ്രോസൺ ആണ് എടുത്ത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ചിക്കനിൽ മുളക് പൊടി, ഉപ്പ്, വിനാഗിരി, സോയാ സോസ് ഇല്ലെങ്കിൽ കെച്ചപ്പ്, ഞങ്ങൾ കെച്ചപ്പ് ഇട്ടത്, പിന്നെ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കോൺഫ്ലവർ ഇട്ട് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ആദ്യം കണ്ടല്ലോ പൊരിച്ചെടുക്കുന്നത്, അത് പൊരിച്ചെടുക്കുക. അതിനുശേഷം മാഗ്നേറ്റ് ചെയ്ത സാധനം ചിക്കനെ നമ്മളെടുത്ത് എന്താ പറയുക ഇതിലോട്ടൊക്കെ ഇടുക, ചട്ടിയിലോട്ടൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിനുള്ള സോസ് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് മയണൈസ്, പിന്നെ ഉമ്മയും ഇച്ചിരി കൂടെ മയണൈസ് ഒഴിച്ചുണ്ടായേട്ടാ. അതിന് ശേഷം പിന്നെ കെച്ചപ്പും കൂടി ഒഴിച്ചെടുക്കുക. ഇച്ചിരി അധികം മയണൈസ് ഉള്ളതുകൊണ്ടാണ് ഇച്ചിരി അധികം കെച്ചപ്പ് ഒഴിച്ചു കൊടുത്തേട്ടാ. ഉമ്മീൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ടായിരുന്നു ഞാൻ ഒഴിച്ചത്. അതിന് ശേഷം അതിനെ നല്ലപോലെ മിക്സ് ചെയ്യാം. അങ്ങനെ ഈ ഒരു കളറൊക്കെ ആയി കിട്ടി. അതിന് ശേഷം ഇത് കേക്ക് ഉണ്ടാക്കാൻ പോവല്ല, നിങ്ങൾ ലോഡഡ് ഫ്രൈസ് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഇടുക, ചിക്കൻ ഇടുക, എന്താ പറയുക സോസ് ഇടുക. ഞാൻ രണ്ടാമത്തെ ഒഴിച്ചത് സ്റ്റൈലിൽ ഞാൻ ഒഴിക്കാൻ നോക്കിയതാണ്, നടന്നില്ല. പിന്നെ എന്താ പറയുക, പിന്നെ തന്നെ റിപ്പീറ്റ് ചെയ്യുക, ഫ്രഞ്ച് ഫ്രൈസ് ഇടുക, റിപ്പീറ്റ് ചെയ്യുക, ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കന്, സോസ്. അത് നിങ്ങളുടെ ബൗൾ നിറയണ വരെ വേണമെങ്കിൽ ചെയ്തോ. അതൊന്നും ഞങ്ങളുടേതല്ല, അതൊക്കെ നിങ്ങളുടെയാണ്. അതിൻ്റെയൊക്കെ ചൂസ് ചെയ്യുന്നത് കുറേ വേണോ ഇച്ചിരി വേണോ എന്നൊക്കെ നിങ്ങൾ ചൂസ് ചെയ്തോളൂ. അതിന് ശേഷം ചീസ് ഇട്ടോളൂ. ഞങ്ങൾ 2 ചീസാണ് ഇട്ട്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഉമ്മയാണ് ഇട്ടത്. ഉമ്മക്കും കറക്റ്റായിട്ട് അറിയില്ല, കാരണം ഉമ്മേൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. പിന്നെ ഒരു പാത്രത്തിൽ വേറൊരു ചെറിയ പാത്രം വെച്ചിട്ട് ഇതിനെ നമ്മൾ വെച്ച് കൊടുത്ത് എന്നിട്ട് അടച്ചു. അതിന് ശേഷം നമ്മൾ സ്പൂണൊക്കെ കുത്തി വെച്ച് അതിൻ്റെ ഇടയ്ക്ക് അത് അടുപ്പിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ള എനിക്കറിയാം. എന്നിട്ട് ഞാൻ അതിൽ തൊട്ട്. അപ്പോൾ എങ്ങനെ ഇരിക്കും, കൈ പൊള്ളി. സൂപ്പറായിരുന്നു ലോഡഡ് ഫ്രൈസ്. പിന്നെ ഉമ്മ എന്താ പറയുക ഉള്ളി ബജ്ജി അങ്ങനെ എന്തോ ഇല്ലേ, അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായി. ബായ്.